അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ടങ് ട്വിസ്റ്റർ. അതിനു മുന്നേ ഞങ്ങൾക്ക് യൂട്യൂബില് 1000+ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പൊ അതിനെല്ലാവരോടും ഒരുപാട് നന്ദി, സ്നേഹം. എല്ലാവരും പറയുന്നുണ്ട് ഫ്രീക്വന്റ് ആയിട്ട് വീഡിയോസ് ചെയ്യണമെന്ന്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ നമ്മളിത് ലിങ്ക് ചെയ്യുമ്പോൾ അതിലും വരുന്നുണ്ട് ഫ്രീക്വന്റ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ സമയം പോലെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു, ഞാൻ ലാസ്റ്റ് ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫോട്ടോ ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. ഞങ്ങളെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എല്ലാവരും ഫോളോ ചെയ്ത് ജോലി റെഡിയായി, ജോലി ശരിയായി. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് കിട്ടിയത്, അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയില് വെൽക്കമിങ് കിറ്റിന്റെ കൂടെ ചെയ്യുന്നതായിരിക്കും അല്ലേ. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞങ്ങൾ വെൽക്കം ആ കിറ്റ് ഞങ്ങൾ ഇതുവരെ തുറന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് കമന്റ് ചെയ്ത് പറയാം. അതെ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ടങ് ട്വിസ്റ്റർ. അപ്പോൾ ഞാനൊരു 5 ടങ് ട്വിസ്റ്റേഴ്സ് ഞാൻ മിത്രയ്ക്ക് കൊടുക്കും, ഞാനും കണ്ണേട്ടനും തരും. അപ്പൊ നമ്മുടെ പണിഷ്മെന്റ് ഇന്നത്തെ എന്താന്ന് വെച്ചാൽ കുഞ്ഞ പണിഷ്മെന്റാ കണ്ണേട്ടാ. ഉത്തരം തെറ്റിയ നമ്മൾ ഈ ഐലൈനർ യൂസ് ചെയ്ത് ഒരൊറ്റ ലിപ്സ്റ്റിക്കും യൂസ് ചെയ്യാം. ഞാൻ റെഡിയാ, കണ്ണേട്ട റെഡിയാണോ? ഓക്കെ, വീഡിയോയിലേക്ക് കടന്നാലോ? ഓക്കെ, അതിനു മുന്നേ ഞങ്ങൾ ഇനിയും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ബെൽ ബട്ടൺ മറക്കരുത്. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ എന്ത് ചെയ്താലേ വരുള്ളൂ? സബ്സ്ക്രൈബ് ചെയ്താ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യണം. അപ്പൊ സംസാരത്തിൽ ചവറാക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. ഇന്ന് എന്തോ രാവിലെ ഭയങ്കര ഉളുക്കൊക്കെ ഇപ്പൊ ഞാൻ മാറ്റി കൊടുക്കും. ചലഞ്ചിലൊന്ന് പണിഷ്മെന്റ് വന്നോട്ടെ. എല്ലാ ചലഞ്ചിലും ഞാനും പൊട്ടാറ്. പക്ഷെ ഞാൻ ഇയർ പുള്ളിങ് ചലഞ്ചിൽ ജയിച്ചു. പിന്നെ അതിൽ കമന്റ് വന്നു, നല്ല ഹാർഡായിട്ട് ചെയ്യണം. നല്ല ഹാർഡായിരുന്നു. എനിക്ക് ഇപ്പോഴും ആ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. കണ്ണേട്ടിന് ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ. എന്നെ സമ്മതിക്കുന്നില്ല എന്നാലും വിളിക്കാൻ. അത് കഴിഞ്ഞ് ഞാൻ കണ്ടായിരുന്നു. പിന്നെ അതുപോലെ നെക്ക് ഗ്രാബിംഗ് ചലഞ്ച്, അതൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ അതൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടൊരാൾ വടിയിൽ പോകും. ഒരു കാര്യം നിങ്ങളും കൂടെ ഓർക്കണം, ചെവി ചെയ്തിട്ട് ഇങ്ങനെ, അപ്പൊ കഴുത്തും കൂടെ ചെയ്ത് എന്തായിരിക്കും. പിന്നെ മറ്റു സിനിമയിലത്തെ പോലെ, ഏത് സിനിമ കണ്ടാട്ടാ? മീശ മാധവൻ. അതിലത്തെ പോലെ പെടലികളെന്ന് പറയേണ്ടി വരും. അപ്പൊ എന്തായാലും ഞങ്ങൾ ട്രൈ ചെയ്യാം. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യുന്നതാട്ടോ. ഞാൻ പറയട്ടെ, ഇനി നമ്മൾ സംസാരിച്ച് ചെലവാക്കിയിട്ട് ഇതില് ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ തന്നോട് ചോദിക്കാം, പിന്നെ എപ്പോഴും കണ്ടിട്ട് ഞാനാ ഫസ്റ്റ്. എന്നാ ശരി, ചോദിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, നോക്കാൻ പാടില്ല. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ? പറയണം, 5 വട്ടം പറയണം സ്പീഡില്. ഓക്കെ, മനസ്സിലകത്ത് 5 വട്ടം സ്പീഡ്, അല്ലെങ്കിൽ പിന്നെ എന്ത് ടങ് ട്വിസ്റ്റർ. ഓക്കെ, മനസ്സിലകത്ത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായത് കൂടി മനസ്സിലാകാതെ പോകും. മനസ്സിലായോ? മനസ്സിലകത്ത് മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായത് പോലും മനസ്സിലാവാതെ പോകും. മനസ്സിലായോ? നിക്കോ, ഫുള്ള് പറയട്ടെ. മനസ്സിലായത് കൂടി എന്നാണ്. അത് കറക്റ്റാ പറഞ്ഞത്. അല്ല, ഞാൻ കറക്റ്റ് പറഞ്ഞ ഞാൻ നിനക്ക് പറയട്ടെ മോഹരണം. അപ്പൊ എനിക്കൊരു പോയിന്റ് ഉണ്ടോ? എന്താ ഒരു വട്ടേ പറഞ്ഞുള്ളൂ, 5 വട്ടം പറയാൻ. ഒന്നുകൂടെ കേട്ടോളൂ കേട്ടോ. ഈ നേരത്തെ കാണാട്ട് തെറ്റിച്ചു, റോങ് ആയിട്ട്. അപ്പൊ ആദ്യം തൊട്ടിട്ട് കേട്ടോ, 5 വട്ടം. ഓക്കെ, മനസ്സിനകത്ത് മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായത് കൂടി മനസ്സിലാകാതെ പോകും. മനസ്സിലായോ? മനസ്സിനകത്ത് മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായത് പോലും മനസ്സിലാവാതെ പോകും. മനസ്സിലായോ? മനസ്സിനകത്ത് മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായത് പോലും മനസ്സിലാവാതെ പോകും. മനസ്സിലായോ? മനസ്സിനകത്ത് മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്ത് പോലും മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പക്ഷെ 3 ടൈംസ് ശരിക്കും പറഞ്ഞു. പണിഷ്മെന്റ് വേണം. അതില്ലാതെ എന്ത് രസമാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ലാക്മി ഐക്കോണിക് ഇൻസ്റ്റാ ലൈനർ ആണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉപയോഗിച്ചു എന്റെ അടുത്ത് വാങ്ങാൻ പറയുന്നത് കേട്ടോ. ഞാൻ പറയും കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം കേട്ടോ. എന്താണ് ഞാൻ ഞാൻ കണ്ടോ പാവ കുഞ്ഞ് വര വരച്ചോണ്ടിരിക്കുന്നത്.
നെക്സ്റ്റ് മൈ ഇനി ഞാൻ താങ്കൾക്ക് അതിമനോഹരമായിട്ടുള്ള ഒന്ന് തരാം അല്ലേ? അത്ര ഈസി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഞാൻ കൊടുക്കില്ല കേട്ടോ. ഞാൻ പറയാം ഡിഫിക്കൽട്ട് ആണോ അല്ലയോ എന്താ പറയൂ. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി. എന്താണ്? കുട്ടൻ കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി. ഇങ്ങനെയല്ല, സ്പീഡ് പറ. കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ കുപ്പി. ഇതെങ്ങനെ ചിരിക്കത്? കറക്റ്റ് പറഞ്ഞതിന് എന്താ അങ്ങനെയൊക്കെ ചെയ്യാ? കാണിച്ചു കൊടുക്കോ പോയിട്ട്? ഇതിന് ഞാൻ അടുത്തത് തരാം. നീ ചെയ്തോ? എനിക്കോ പ്രശ്നമില്ല. ഞാനല്ലേ? അപ്പൊ ഇത് കണ്ടോ, എനിക്ക് ഇത്ര ചെയ്തു. ഞാൻ ആകെ ചെയ്തു ആകെ 2 ഹാഷ്ടാഗ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ നെറ്റിയിൽ അല്ലേ? ഇത് ഞാൻ പറയണെങ്കിൽ ഞാൻ ആദ്യം പഠിക്കണം കണ്ടിട്ട് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഓക്കെ പറയട്ടെ. എവിടെ പോയോ? അല്ല. അറയുടരുൾ ഉറിയിലുരുളി ഉരുളിയിലുരുപ്പാല്. അറയുരുളു ഞാൻ ആദ്യം പഠിക്കേണ്ട അവസ്ഥ. ഇല്ല അറയുരുളു അതല്ല. അറയുടരുൾ ഉരുളിയിലുരുളിപ്പാല് അതല്ലേ? ഇങ്ങനെ വീഡിയോ ചെയ്യും അവര് നമ്മുടെ വീഡിയോക്ക്. എന്നെ ഇഷ്ടല്ലേ? It's so nice. മറ്റേ വീഡിയോയില് ഞാൻ നിന്റെ മൂക്കിടിച്ച് വരുത്തില്ല. ശരിയാ, ശരി കേട്ടോ. ഞാൻ ശരി, ഞാൻ ഈ നോക്കണതുണ്ടല്ലോ, എനിക്ക് വല്ലതും നൈസ് ആയിട്ടുള്ള കിട്ടുമോ നോക്കാൻ കേട്ടോ. അതായത് പണി കൊടുക്കണല്ലോ എന്താണെങ്കിലും അല്ലേ? അപ്പൊ 2 എണ്ണം ഞാൻ പറഞ്ഞതില് 2 എണ്ണം താങ്കൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ഒന്നും പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? ഈസി വൺ. വണ്ടി കുന്ന് കേറി കുന്ന് വണ്ടി കേറി. 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 കറക്റ്റ് വരക്കട്ടെ. കറക്റ്റാ ഞാൻ പറഞ്ഞത്. ഇനി കണ്ണാടിനോട് ഈസി ആയിട്ടല്ലേ ഇത് ഞാൻ കണ്ടുപിടിക്കാട്ടോ, അത് നോക്കുന്നില്ല. എനിക്ക് കോപ്പി അടിച്ചില്ല. തച്ചൻ തയ്ച്ച സഞ്ചി തച്ചൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി. തച്ചൻ തയ്ച്ച സഞ്ചി ചന്തയിൽ ഒരു സഞ്ചി. തച്ചൻ തയ്ച്ച സഞ്ചി സഞ്ചിയിൽ ഒരു സഞ്ചി. എവിടെ തയ്ച്ച സഞ്ചി? തച്ചൻ തയ്ച്ച സഞ്ചി സഞ്ചിയിൽ നീര് കണ്ടുപിടിച്ചാലും എന്നെ കണ്ണാടിന് ഞാൻ എന്ത് ചെയ്താലും അറിയോ? പുറത്തുകൂടെ വരും. കണ്ണാട്ട കാണിക്കും. എന്നാ ഞാൻ ഹാഷ്ടാഗ് ഇടട്ടെ. ശരി തരാട്ടോ, ഞാൻ ചെയ്തു തരാം. ഉരുളിയിലെ കുരുമുളക് ഉരുളലോടൊരുളൽ. ഉരുളിയിലെ കുരുമുളക് ഉരുളലേടൊരുളൽ. ഉരുളിയിലെ കുരുമുളക് ഉരുളലോ. കഴിഞ്ഞു 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 കഴിഞ്ഞു. അതൊന്നുമില്ല. പല്ലടിക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല. എനിക്ക് മീശ അഞ്ചോളത്തെ നീണ്ടുന്നത് കൊള്ളാല്ലേ? അപ്പൊ എത്ര ചോദ്യങ്ങളായി എന്റെ? 3 3ആയോ? 1 ഒന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് പറഞ്ഞു. ഓക്കെ. കണ്ണന്റെ അടുത്ത് ഞാനല്ലേ ചോദിക്കുന്നേ? പിന്നല്ലാതെ. അങ്ങനെ അങ്ങനെ 5 മണി 5-ല് 5 പൂക്കൾ 5 പുലരി. അങ്ങനെ അങ്ങനെ 5 മണിയിൽ 5 പൂക്കൾ 5 ഉരുളി. ഞാൻ പറയാത്തതൊക്കെ എവിടെ വരുന്നേ? തെറ്റിക്കരുത്. ഓക്കെ. അങ്ങനെ അങ്ങനെ 5 മണി 5-ല് 5 പൂക്കൾ 5 പുലരി. അങ്ങനെ അങ്ങനെ 5 മണി 5 പൂക്കൾ 5 പുലരി. അങ്ങനെ അങ്ങനെ 5 മണി 5 പുലരി 5. അങ്ങനെയല്ല. അങ്ങനെ അങ്ങനെ 5 മണി 5-ല് 5 പൂക്കൾ 5 പുലരി. അങ്ങനെ അങ്ങനെ 5 മണി 5 പൂക്കൾ 5 പുലരി. തെറ്റി. കൊറേ ടൈമിംഗ് തന്നു ഞാൻ കണ്ണാടിനെ.
എത്ര ചോദ്യം? ഇപ്പൊ 4th ക്വസ്റ്റ്യൻ. ഞാൻ 4 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇതിന്റെ പണി സോറി, കാരണം ഒരു കോൾ ഇടയില്. സോറി. അപ്പോ 4 ചോദ്യങ്ങൾ ചോദിച്ച് വിജയകരമായി ഞാൻ നിൽക്കുന്നു. അടുത്ത പണി ഞാൻ കൊടുക്കാൻ അല്ലേ? ഓക്കെ, ഇതാണ് ചോദ്യം. ഞാൻ പഠിച്ചോട്ടെ. ഞാനൊന്ന് പഠിച്ചോട്ടെ. ഓക്കെ. ചത്തയിലെ പടികൾ 10 പച്ച തത്ത ചത്തിരുന്നു. ചത്തോത്തിരുന്നു. വരക്കട്ടെ. എന്ത് നീ പറയുന്നു? എന്താണ്? നോക്കരുത്. ചത്തയിലെ പടികൾ 10 പച്ച തത്ത ചത്തോത്തിരുന്നു. ചത്തൊത്തിരുന്നു. മരണം കുറച്ച് മോശമാണ്. ചത്തയിലെ പടികൾ ഫസ്റ്റ് ഞാൻ മനസ്സിലാക്കട്ടെ. ചത്തയിലെ പടികൾ 10 പച്ച തത്ത ചത്തൊത്തിരുന്നു. ചത്തയിലെ പടികൾ 10 പച്ച തത്ത ചത്തൊത്തിരുന്നു. ചത്തയിലെ പടികൾ ചത്തു പത്ത തെറ്റി. അതെനിക്കറിയാം. കണ്ടോ എന്റെ ആത്മാർത്ഥത കണ്ടോ? ബുഷ് വരച്ചു കൊടുത്ത എത്ര സുന്ദരം ഈ മുഖം. അപ്പൊ ഫൈനൽ ക്വസ്റ്റ്യൻ 4 അല്ലേ? 1 2 3. ഓക്കെ, കർണാടകന്റെ 1 2 3 4. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ. തച്ചൻ ചത്ത തച്ചത്തി തടിച്ച. അതൊക്കെ ഓൾഡ് ആണ്. ഇതൊക്കെ വെരി ഈസി ആയിട്ടുള്ള. വേറെ ചോദിക്കും. ഈസി ആയത് എപ്പോഴും പറയാൻ പറ്റില്ല. പറയൂ. തച്ചൻ ചത്ത തച്ചത്തി തടിച്ച തച്ചത്തി. തച്ചൻ ചത്ത തത്തച്ചി തടിച്ച് തത്തച്ചി. തത്തച്ചി അല്ല തച്ചത്തി. തച്ചൻ ചത്ത തത്തച്ചി. കണ്ടിട്ട് എന്നെ തെറ്റിക്കരുത്. തച്ചൻ ചത്ത തച്ചത്തി തടിച്ച തച്ചത്തി. തച്ചൻ ചത്ത തത്തച്ചി തടിച്ച തത്തച്ചി അല്ലേ? തത്തച്ചി അല്ല, തച്ചത്തി. തച്ചൻ തടിച്ച ചത്തത്തി. കഴിഞ്ഞു. ഇവിടേക്ക് വരും. ശരിയായി തരാം. ഞാൻ കണ്ണായിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ഈ അതിസുന്ദരമായ ഈ മുഖം ഇത്രയും കോലക്കേടാക്കാമെന്ന് സ്വന്തം കാണിച്ചു തന്നു അല്ലേ? ഇതിനുള്ള പണി അപ്പൊ 5 കഴിഞ്ഞില്ലേ? എന്റെ കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. 5 ബിംബങ്ങൾ ഞാൻ ഇതിന് വരച്ചു വെച്ചിട്ടുണ്ട്. അത് ശരി. ഇതാ ഒരു പാൽ ഉരുളാൻ പരലിനെ എടുത്ത് ഉരുട്ടി ഒരു ഉരുളിന്മേൽ വെച്ചാൽ ഉരുളുരുമോ പരലുരുട്ടുമോ? പരലുരുമോ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതിലേതാ വരയ്ക്കാൻ പോകുന്നത്? മുടി ഒന്ന് കിട്ടും. എന്റെ മൂക്കിൽ ചൊറിയുണ്ട്. ഇതിലേതാ വരയ്ക്കാൻ പോകുന്നത്? അതെനിക്ക് 2 കൂടി മിക്സ് ചെയ്യും. ഒരു വട്ടം കൂടി പറഞ്ഞുതരാം. ഒരു പരൽ ഉരുളാൻ പരലിനെ എടുത്ത് ഉരുട്ടി ഒരു ഉരുളിന്മേൽ വച്ചാൽ ഉരുളുരുളുമോ പരൽ ഉരുളുമോ? 1 2 3 4 5. ഇനി സൈഡ്സ് നിൽക്കണ പല്ലിൽ ചെയ്യട്ടെ. പല്ലിൽ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഞാനൊരു താടി വെച്ചാൽ ഞാൻ വാങ്ങിട്ടില്ല കേട്ടോ. കർണാടകനെ വാങ്ങിച്ചു തരണം. കർണാടകനെ വാങ്ങിച്ചു തരണം. എന്താ താടി? അതെന്താ അങ്ങനെ? കണ്ടത് ഇത് നോക്കൂ. എന്താ പറയാ, എനിക്ക് പണി തരുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ ചെയ്ത് വെച്ചിക്കാൻ നോക്കിയ തലയുടെ ഇവിടെ മൂക്ക് ഇവിടെ 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 ഇവിടെ. പക്ഷെ ഞാൻ നല്ല വൃത്തിയിലെ കണ്ണാടിനെ ചെയ്തു തന്നെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. വൈ ഫേസ് നോക്ക്. അതില് നോക്കി പറയൂ ഫേസ് എങ്ങനെയുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്സ് ഞങ്ങളായിട്ട് അറിയിക്കുക. പിന്നെ ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. ശരിക്കും നിനക്ക് ഇത് വരക്കണേക്കാളുള്ള മുഖത്തിനേക്കാളൊക്കെ ഇഷ്ടം? ആണോ? എനിക്ക്
അല്ലേ? അപ്പോ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. ഇതിന്റെ അഭിപ്രായങ്ങളെല്ലാം ഹെൽത്തി ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഇതിന്റെ താഴത്ത് പോരട്ടെ. അതിനുള്ള മറുപടികൾ നമുക്ക് പറയുന്നതായിരിക്കും. പിന്നെ അടുത്ത വീഡിയോ ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യാം, നമ്മുടെ ജോലി സംബന്ധമായ കാര്യം. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഞങ്ങളുടെ അടുത്ത് പറയണം. അതെ. പിന്നെ അതിലൊപ്പം തന്നെ നമ്മൾ വെൽക്കം കിറ്റും അൺറിവീൽ ചെയ്യുന്നതായിരിക്കും അല്ലേ? അപ്പോൾ അതെല്ലാം നമ്മൾ ഇതിൽ ആഡ് ചെയ്യും. പിന്നെ അതന്നെ. അപ്പൊ അതും അധികം ലെങ്ത് ഉണ്ടാവില്ല, എന്നാലും അതെ. പക്ഷെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മളെ ആ മെസ്സേജ് അയക്കുന്നത്, അതെ, ഇൻസ്റ്റാഗ്രാമില് കുറെ മെസ്സേജുകൾ മറുപടി കൊടുക്കാൻ പറ്റാറില്ല, കാരണം ഒക്കെ ഹിഡനിലേക്ക് പോവാണ്. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മളെ ടൈമിനനുസരിച്ചിട്ട് പറ്റുന്നതിനൊക്കെ നമ്മൾ റിപ്ലൈ ചെയ്യാറുണ്ട്. തീർച്ചയായും ഫേസ്ബുക്കിൽ വരാറുണ്ട്, പക്ഷെ ഫേസ്ബുക്കില് ഈ പറഞ്ഞ പോലെ കൂടുതൽ വരാറില്ല. ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതലും വരാറ് ഇപ്പൊ, യൂട്യൂബിലും. അപ്പോ അങ്ങനെ. അപ്പൊ എന്തായാലും വീഡിയോന്റെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. അടുത്ത വീഡിയോ നമുക്ക് കാണുന്നവരെ ബൈ.